തുർക്കിക്ക് അമേരിക്ക F-35 യുദ്ധവിമാനങ്ങൾ വിൽക്കുന്നതിനെതിരെ കടുത്ത നിലപാടുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രംഗത്തെത്തി. അങ്കാറയിൽ തുർക്കി പ്രസിഡന്റ് റജബ് തയ്യിബ് എർദോഗാനുമായി നടത്തിയ പത്രസമ്മേളനത്തിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് F-35 യുദ്ധവിമാനങ്ങളുടെ വിൽപ്പനയെക്കുറിച്ച് ചർച്ച ചെയ്തിരുന്നു. ഇതിന് തൊട്ടുപിന്നാലെയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വിഷയത്തിൽ പ്രതികരണവുമായി രംഗത്തെത്തിയത്. തുർക്കിക്ക് F-35 വിമാനങ്ങൾ വിൽക്കുന്നത് മേഖലയിലെ അധികാര സന്തുലിതാവസ്ഥയെ തകിടം മറിക്കുമെന്ന ആശങ്ക താൻ ട്രംപിനെ അറിയിച്ചതായി നെതന്യാഹു CNN-നോട് പറഞ്ഞു. ട്രംപിന് എർദോഗാനുമായി നല്ല ബന്ധമാണുള്ളതെങ്കിലും മുസ്ലിം ബ്രദർഹുഡ് പോലെയുള്ള തീവ്രവാദ സംഘടനകളുമായുള്ള ബന്ധം കാരണം തുർക്കിയെ അമേരിക്കയുടെ ഒരു സൗഹൃദ രാഷ്ട്രമായി കാണാനാകില്ലെന്ന് നെതന്യാഹു വ്യക്തമാക്കി. ഹമാസിന് എർദോഗാൻ നൽകുന്ന പിന്തുണയും തന്റെ രാഷ്ട്രീയ എതിരാളികളെയും മാധ്യമപ്രവർത്തകരെയും ജയിലിലടച്ച തുർക്കിയുടെ ചരിത്രവും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. എർദോഗാൻ അമേരിക്കയുടെ ഒരു മാതൃകാ സഖ്യകക്ഷിയല്ല എന്ന് പറഞ്ഞ നെതന്യാഹു, എർദോഗാൻ അമേരിക്കയുടെ നാറ്റോ സഖ്യകക്ഷികളെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെന്നും ഇസ്രായേലിനെ തകർക്കുമെന്ന് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ടെന്നും കൂട്ടിച്ചേർത്തു. തുർക്കിക്ക് ആക്രമണാത്മകമായ ലക്ഷ്യങ്ങളുണ്ടെന്നും പഴയ ഓട്ടോമൻ സാമ്രാജ്യം പുനഃസ്ഥാപിക്കാനാണ് തങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് അവർ പരസ്യമായി തന്നെ പറയുന്നുണ്ടെന്നും നെതന്യാഹു ആരോപിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക് ഷിക്കേന ന്യൂസ്.